ഈ വാർഡ് ഒരു നല്ല വാർഡാണ്. നമ്മളെ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു നല്ല വാർഡ്. ഈ വാർഡിൽ ഇപ്പം എൻ്റെ ഇത് കേരള കോൺഗ്രസിൽ നിന്നൊരു മെമ്പർ തന്നെയായിരുന്നു ഇവിടെ 13 ജയിച്ച് വന്നത്. പക്ഷേ പുള്ളിക്കാരത്തിയുടെ പ്രകടനം നമുക്കും അത്രയും ആക്റ്റീവായിട്ട് തോന്നിയില്ല. അന്ന് ഞാനും ജോണിച്ചേട്ടൻ പ്രസിഡൻറ്റ്, ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ടിരുന്നൊരു കാലമുണ്ട്. അന്നാണ് ആദ്യമായിട്ട് കല്ലറ പഞ്ചായത്തിൽ സർക്കാർ നിന്ന് 100% ഫണ്ടും വിനിയോഗിച്ചത്. നമ്മളെ സംബന്ധിച്ച് അന്നും ഇന്നും നമ്മളോട് വളരെ സ്നേഹത്തോട് തന്നെ ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ പാർട്ടി ഒരു ഘടകം ആണ്, പക്ഷേ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്കൊരു വ്യക്തിയാണ്. നമ്മളെ സംബന്ധിച്ച് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ എന്നെക്കൊണ്ട് കഴിയാവുന്നത്, ഇപ്പം നമ്മൾ അത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെയൊന്നുമില്ല, എന്നെക്കൊണ്ട് കഴിയാവുന്ന പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്താവുന്ന ഒരു 5 പൈസ അനാവശ്യം കളയാതെ, അനാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലാപ്സ് ആക്കാതെ നമ്മൾ ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കും. എല്ലാം നടത്തണമെന്നാണ് എൻ്റെ മനസ്സിൽ. നാടറിയണം സ്ഥാനാർത്ഥികളെ. Meet candidates with UTalk. എൻ്റെ പേര് ഷീല ബിജുമോൻ. ഏത് വാർഡിലേക്കാണ് മത്സരിക്കുന്നത്? 13ാം വാർഡിലേക്ക്. 13ാം വാർഡ് എന്ന് പറയുമ്പോൾ ഏത് ഭാഗം വരുന്നത്? അത് വെൽഫെയർ ഹൈസ്കൂളിൻ്റെ ഭാഗം വരും. ചൂരക്കുഴി മുതൽ നമ്മുടെ SBIയുടെ ഏകദേശം അടുത്ത് തന്നെ വരും. ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ? പഞ്ചായത്ത് മത്സരിച്ചിട്ടുണ്ട്. 13ാം വാർഡിൽ നിന്ന് 2 ചിഹ്നത്തിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ വാർഡ് ഒരു നല്ല വാർഡാണ്. നമ്മളെ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു നല്ല വാർഡ്. നമുക്ക് എന്നെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും എന്നെ ഈ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കാൻ. അത് കൂടുതലും ആൾക്കാരുടെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഞാനൊന്ന് ആദ്യം മടിച്ചതാണ്. പിന്നെ അവരുടെ ഒരു നിർദ്ദേശം, ഷീല ഒന്നും കൂടി മത്സരിക്കണം എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മത്സര രംഗത്തേക്ക് വന്നത്. ഏത് വർഷമായിരുന്നു? ഇപ്പം ഈ കഴിഞ്ഞ വർഷമായിരുന്നു മത്സരം? 2010-15 കാലഘട്ടമായിരുന്നു. എൻ്റെ ഇലക്ഷനിൽ നിന്ന് ഞാൻ ജയിച്ചത് 2010-ലാണ്. 15 ഞങ്ങളുടെ കാലാവധി തീർന്നു. പിന്നിട്ട് 10 വർഷം കഴിഞ്ഞു. മെമ്പർ സ്ഥാനം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് 2010-15 സമയത്ത് ഈ 2 ചിഹ്നത്തിൽ തന്നെ, അതായത് LDFിലേക്ക് മാറിയ ഒരു സമയമായിരുന്നു? അല്ലല്ല, LDFിലേക്ക് മാറിയല്ല. അന്ന് കോൺഗ്രസ്സുമായിട്ടാണ് ഈ കേരള കോൺഗ്രസ് ചേർന്ന് നിന്നത്. പിന്നീട് ഇപ്പം കഴിഞ്ഞ വർഷം 1-2 വർഷമായി കാണുള്ളൂ, പാർട്ടി അതായത് കേരള കോൺഗ്രസ് 2 ഇതിലായിട്ട് മാറിയത്. ഒന്ന് പിന്നെ ജോസഫ് ഗ്രൂപ്പിലേക്കും, ഒന്ന് മണിസാറിൻ്റെ ഗ്രൂപ്പിലേക്കും മാറിയത്. അപ്പോൾ നമുക്ക് ഒരു 2 അനുഭവമായിരിക്കുമല്ലോ ഇപ്പം, അതായത് അന്നത്തെ ഒരു രീതിയിൽ നിന്നും ഇപ്പോൾ മത്സരിക്കുമ്പോൾ രണ്ടും 2 രീതിക്കായിരിക്കുമല്ലോ. അതായത് ഇപ്പോൾ LDFിനോടൊപ്പം നിന്നുള്ള മത്സരം. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു നമ്മളെ സംബന്ധിച്ച് ഒരു വാർഡിൽ ഒരു മത്സരം നടക്കുമ്പോൾ പാർട്ടി വരും. പക്ഷേ അതിലുപരി നമ്മൾ ആ വാർഡിൽ ആൾക്കാർ നമ്മളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് വന്ന് സ്വകാര്യമായിട്ട് പറയും, ഇന്നതുപോലെ ഒന്നും കൂടെ ഷീല നിൽക്കണം, അല്ലെങ്കിൽ നിന്നാൽ കുഴപ്പമില്ല എന്നുള്ളൊരു അഭ്യർത്ഥന വന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ. നമുക്ക് ഒത്തിരി വാഗ്ദാനങ്ങളൊന്നുമില്ല. പഞ്ചായത്തിന് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന ഫണ്ടിൽ നിന്നും എൻ്റെ വാർഡിന് അന്നത്തെ സമയത്ത് 2010-15 കാലഘട്ടത്തിൽ ഞാൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം റോഡുകൾ നന്നാക്കാനും, അതുപോലെ ഈ ഒരു വീട്ടിൽ 2 കോഴിയെങ്കിലും കൊടുക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ കൊടുത്തിരുന്നു. എന്നോട് വളരെ സ്നേഹത്തിലായിരുന്നു ഈ വാർഡിൽ നിന്ന ആൾക്കാർ. പിന്നത്തെ 2015-20 കാലഘട്ടം 15-ൽ വന്നപ്പോൾ ഇത് പുരുഷന്മാരുടെ ജനറൽ വാർഡായി. അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത്. പിന്നെ 2015-20 കാലഘട്ടത്തിൽ SC വനിതാ സംവരണമായിരുന്നു. ഇപ്പോൾ ജനറൽ വനിതാ സംവരണം വന്നുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതിലേക്ക് വന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ, അതായത് കഴിഞ്ഞു പോയ ഭരണത്തിൽ ഒരു പോരായ്മ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് പഞ്ചായത്ത്? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അടിസ്ഥാനത്തിനാണ് ഞാൻ ഈ വാർഡിൽ ഇപ്പം എൻ്റെ ഇത് കേരള കോൺഗ്രസിൽ നിന്നൊരു മെമ്പർ തന്നെയായിരുന്നു ഇവിടെ 13 ജയിച്ച് വന്നത്. പക്ഷേ പുള്ളിക്കാരത്തിയുടെ പ്രകടനം നമുക്കും അത്രയും ആക്റ്റീവായിട്ട് തോന്നിയില്ല. എനിക്ക് ശേഷം നമ്മുടെ തോമസ് സാറ് വന്നു. സാറും വളരെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ അതിനുശേഷം വന്നൊരു മെമ്പർ, SC സംവരണത്തിൽ വന്നൊരു മെമ്പർ നമുക്ക് അത്രയും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നുള്ളത്. ഒന്നാമത്തെ പഞ്ചായത്തിൽ ഫണ്ട് കുറവ്, രണ്ടാമത് ഒരു തൃപ്തി വന്നില്ല. അതാണ് ശരിക്കും ഞാനൊരു ഇതിൽ നിന്നൊരു പിന്മാറ്റത്തിലേക്ക് നമ്മൾ മാറിയത്. നമുക്ക് ഒരു സ്ഥാനത്ത് നമ്മൾ ജനങ്ങൾ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കുമ്പം അതിൽ 100-ൽ ഒരു 80% നമുക്ക് നന്നായിട്ട് നിന്ന് ചെയ്യാനുള്ളൊരു
ഒരു ചെയ്യണമെന്നുള്ളതൊരു ആത്മാർത്ഥതയുണ്ട്. ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇന്ന് വരെ ചെയ്യാൻ ഞാൻ ഇരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ മിടുക്കല്ല, എന്നെ അന്ന് നിർത്തിയ എന്നെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ ഒരു പിന്നെ അവരുടെ ഒരു അംഗീകാരം അല്ല, അവരുടെ ഒരു സന്തോഷമായിരുന്നു എൻ്റെ വിജയം. സാധാരണ വാർഡ് മെമ്പർമാർ സങ്കടപ്പെടും, കരയുമെങ്കിലും എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ്ണ ഒരു കാലമായിരുന്നു 2010-15 കാലം. വളരെ നല്ല രീതിയിലൊരു ഭരണം കാഴ്ചവെച്ചു. അന്ന് ഞാനും ജോണിച്ചേട്ടൻ പ്രസിഡൻറ്റ്, ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ടിരുന്നൊരു കാലമുണ്ട്. അന്നാണ് ആദ്യമായിട്ട് കല്ലറ പഞ്ചായത്തിൽ സർക്കാർ നിന്ന് 100% ഫണ്ടും വിനിയോഗിച്ചത്. നമ്മുടെ പഞ്ചായത്ത് ഉണ്ടായിട്ട് അന്നാണ് 100% ഫണ്ട് വിനിയോഗിച്ചൊരു കാലഘട്ടമായിരുന്നു അന്ന്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇപ്പോൾ LDFൻ്റെ ഇതിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിലൊക്കെ ആണെങ്കിലും അല്ലാതെ കേന്ദ്രത്തിൻ്റെ PMC വിവാദങ്ങളും ദേവസ്വം ബോർഡിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ LDFൻ്റെ ഇതിലാണ് ഇപ്പോൾ മാണി വിഭാഗം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ വോട്ടിനെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. വോട്ടിനെ ബാധിക്കാനായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട്, നമ്മൾ വാർഡിൽ നിൽക്കുന്ന ഒരാൾ, അത് പഞ്ചായത്ത് ഇലക്ഷന് പാർട്ടി എന്തായാലും ഒരു മത്സരം വരുമ്പോൾ 2 വിഭാഗങ്ങളുണ്ടാവും. അപ്പം അതിൽ നമ്മൾക്ക് നമ്മുടെ വാർഡിൽ നിന്ന് ചെയ്യാൻ പറ്റാൻ കഴിവുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ ആൾക്കാർ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് സംസാരിച്ചവരെല്ലാം അങ്ങനെയാണ് പറഞ്ഞത്. പാർട്ടി വേണം, പക്ഷേ നമുക്ക് അതിൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ നമ്മൾക്ക് എടുത്ത് വന്നാൽ, അത് 2 വിഭാഗത്തിലും അഭിപ്രായമുള്ളവരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനിനിയിപ്പോൾ ഒരു മെമ്പർ അല്ലെങ്കിൽ പോലും ഞാനൊരു വ്യക്തിയാണെങ്കിൽ ഞാനോ അത് തന്നെ നമ്മുടെ വാർഡിൻ്റെ ഒരു ഉന്നമനം എന്താണ് അത് നമ്മൾ തീർച്ചയായിട്ടും നോക്കി നിൽക്കും. അത് എന്നെ വിശ്വസിക്കുന്ന നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇത് നമ്മൾ വോട്ട് ചെയ്യാത്തതും ചെയ്തവരെയൊക്കെ ഒരുപോലെ കണ്ടിട്ട് നല്ല രീതിയിലൊരു ഞാൻ തിരഞ്ഞെടുത്ത് വന്ന നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ വാർഡിൻ്റെ, ഞാൻ നിന്ന് മുൻകാലങ്ങളിൽ ആൾക്കാർക്കറിയാം, നമ്മളെ സംബന്ധിച്ച് അന്നും ഇന്നും നമ്മളോട് വളരെ സ്നേഹത്തോട് തന്നെ ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ പാർട്ടി ഒരു ഘടകം ആണ്, പക്ഷേ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്കൊരു വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ടൈമിൽ നിന്ന മെമ്പർക്ക് അത്ര ആക്റ്റീവ് അല്ല. അതിന് മുന്നേ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് 13-ാം വാർഡിൻ്റെ മെമ്പറാകുന്നു. ഒരു 13-ാം വാർഡുണ്ട്, ഇപ്പോൾ 14-ാം വാർഡുണ്ടായതുപോലെ 13-ാം വാർഡുണ്ടായപ്പം അതിൻ്റെ ആദ്യത്തെ മെമ്പറായിരുന്നു ഞാൻ. അപ്പോൾ അതിപ്പം അത് കഴിഞ്ഞ് വന്ന 2 ഒരാളുടെ മറ്റേ സാറിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞല്ലോ, അതും കേരള കോൺഗ്രസിൻ്റെ ഇതായിരുന്നു. പിന്നീട് വന്ന അത് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചായിരിക്കും. അപ്പം നിലവിൽ ഇപ്പം എന്താണ് മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ ഈ വാർഡിൽ എന്താണ് ഏറ്റവും പ്രധാനമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ കുടുംബശ്രീയുടെ ADSൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ വാർഡ്, നമ്മുടെ കല്ലറ ഗ്രാമപഞ്ചായത്തിൽ, അതുപോലെ നമ്മുടെ 13-ാം വാർഡിൽ നമ്മളെ സംബന്ധിച്ച് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ എന്നെക്കൊണ്ട് കഴിയാവുന്നത്, ഇപ്പം നമ്മൾ അത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെയൊന്നുമില്ല, എന്നെക്കൊണ്ട് കഴിയാവുന്ന പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്താവുന്ന ഒരു 5 പൈസ അനാവശ്യം കളയാതെ, അനാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലാപ്സ് ആക്കാതെ നമ്മൾ ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുകയല്ല നടത്തണമെന്നാണ് എൻ്റെ മനസ്സിൽ. നിലവിലിപ്പോൾ കഴിഞ്ഞ ഭരണത്തെക്കുറിച്ച് ജനങ്ങൾ പറയുന്നുണ്ട് അഴിമതി നടന്നുവെന്ന്, അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അഴിമതി ഇപ്പോൾ ഏതൊരു പ്രസ്ഥാനത്തിലിറങ്ങിയാലും അഴിമതി. പക്ഷേ അതിനോട് ഞാൻ ആദ്യമായിട്ട് പഞ്ചായത്ത് മെമ്പറായപ്പോൾ എല്ലാവരും പറയുമായിരുന്നു, നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ പിന്നെ ഫണ്ട് വാങ്ങിക്കുന്നു, നിങ്ങൾ റോഡിന് കമ്മീഷൻ വാങ്ങിക്കുന്നു. എന്നെ സംബന്ധിച്ചല്ല ആ ഒരു ഭരണ സമയത്ത്, അപ്പോൾ അത് തന്നെയാണ് ഞാൻ മുന്നോട്ടും കാണുന്നത്. എന്നെ സംബന്ധിച്ച് ആ ഒരു സമയത്ത് ഒരു മെമ്പർമാരും ഒരു 10 പൈസ അവരുടെ കയ്യിൽ നിന്ന് പോണതല്ലാതെ ഈ റോഡിനൊന്നും ഒരു ഫണ്ട് ഒരു കോൺട്രാക്ടറോട് നമ്മൾ മേടിച്ചാൽ ആ റോഡ് അതുപോലെ തകരും. അവർ പിന്നീട് അവരൊരു മേശയുടെ ചുറ്റിനിരിക്കുമ്പോൾ അവർ പറയും ഇന്ന മെമ്പർ ഇന്നതാണ്. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഒരു 2000 അല്ല 5000 അല്ല 10000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു അഭിമാനം കളയുന്ന രീതിയിൽ. ഇപ്പോൾ ഇന്ന് തന്നെ കടയിൽ ഇന്നിപ്പോൾ മരിച്ചു പോയ ആൾ ഇവിടുത്തെ കോൺട്രാക്ടർ നമ്മുടെ ജോയിച്ചേട്ടൻ. അപ്പം പുള്ളി അന്നത്തെ സമയത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഈ കടക്കാരൻ പറഞ്ഞു നിങ്ങൾ മെമ്പർമാർക്കെല്ലാം കമ്മീഷനുണ്ട്, ആ കമ്മീഷൻ കൊണ്ട് നിങ്ങൾക്കൊക്കെ ന്യായമായി പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ആ കടയിൽ കേട്ടിരുന്നപ്പോൾ പുള്ളി പറഞ്ഞു കേട്ടോ, നീ വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്, ആ പെണ്ണൊരു 10 പൈസ പോലും ഇന്ന് വരെ മേടിച്ചിട്ടില്ല എന്ന് അന്ന് 10 വർഷം മുമ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, ഒരു മെമ്പർമാരും കൈക്കൂലി പിടിച്ച് സാധാരണക്കാർക്ക് പറ്റുന്നൊരു കാര്യം. ഒന്നാമത്തെ കാര്യം നമ്മുടെ പഞ്ചായത്തിന് തനത് വരുമാനം കുറവാണ്.
രണ്ടാമത് സർക്കാർ തരുന്ന ഫണ്ടിന് ഓരോ രൂപയ്ക്കും അവർക്ക് കണക്കുണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിന് ഇത്ര ലക്ഷം രൂപകൾ മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മാറ്റി വയ്ക്കണം. അംഗനവാടിയുണ്ട്, അതുപോലെ വൃദ്ധരുടെ കാര്യങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ സ്ത്രീകളുടെ ക്ഷേമത്തിന്. അപ്പോൾ അതിനൊക്കെ സർക്കാർ ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര ശതമാനം മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി ഫണ്ടുകൾ ഈ റോഡുകൾക്കോ ലൈറ്റുകൾക്കോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ റോഡിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതനുസരിച്ച് നമ്മളെ കൊണ്ട് അല്ലാതെ ഭരണ അഴിമതിയാണെന്നൊന്നും നമുക്ക് പറയാനില്ല. എന്നാൽ ഞാനൊരു അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് നമ്മൾ അത് പറയാൻ നമുക്ക് എൻ്റെ ഇതിൽ എനിക്കത് വരെ തോന്നിയില്ല. നമ്മളെ കൊണ്ട് കഴിയാവുന്ന പോലെ ആൾക്കാർക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് പാരയാ എങ്കിൽ പോലും നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ തിരിഞ്ഞ് ഏറ്റവും വലിയ ശത്രു അവരാവും. പിന്നെ ഇനിയും നമ്മളെ മുന്നിലേക്ക് എന്ത് കാര്യങ്ങൾ വന്നാലും എന്നെക്കൊണ്ട് കഴിവിൻ്റെ എൻ്റെ രീതി തന്നെ അതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥയോടും സത്യസന്ധമായിട്ടും തന്നെ നിന്ന് ചെയ്യും. നമ്മുടെ ഇവിടെ കല്ലറയിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഡ്രഗ്സിൻ്റെ വിളയാട്ടമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നിലവിൽ ഞങ്ങളിപ്പോൾ ഇത്രയും വാർഡിലെ മെമ്പർമാരുടെ അടുത്ത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിമാരുടെ അടുത്ത് ചെന്നിട്ട് ആരും ഈ ഡ്രഗ്സ് അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ പറഞ്ഞു കേട്ടില്ല. അപ്പോൾ അതേപ്പറ്റി ഞാൻ അങ്ങോട്ട് എടുത്ത് ചോദിക്കുകയാണ്, ഒരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുമോ? തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങും. എന്നാന്ന് പറഞ്ഞാൽ എനിക്കും 2 ആൺപിള്ളേരുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ കുടുംബത്തിലെയും പ്രതീക്ഷയാണ് ഓരോ പിള്ളേരും. അപ്പോൾ അവർ നല്ല രീതിയിൽ അവർ ഉയർന്നു വന്നാലേ ഞങ്ങളുടെ ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ കാലങ്ങൾ കഴിയാറായി. അപ്പം ഇനി വരുന്ന തലമുറ വേണം നമ്മുടെ നാടിൻ്റെ പുരോഗമനം അല്ലെ നമ്മുടെ വീടുകൾക്കും അതൊരു അനുഗ്രഹമായി മാറണമെങ്കിൽ ഇങ്ങനെയുള്ള മയക്കുമരുന്ന് നിന്നൊക്കെ പിള്ളേർ മോചിപ്പിക്കണം. പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഉണ്ടെന്നുള്ളത് തീർച്ചയായും. എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവാക്കൾ ഇപ്പോൾ അതിന് അടിമയാണ്. അപ്പം എൻ്റെ വാർഡിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അതിന് മുന്നേ 2010 കാലങ്ങളിലൊക്കെ അന്ന് കുപ്പിയ അതൊക്കെ ആകുമ്പോൾ ഞാൻ രഹസ്യമായിട്ട് അതൊരു എക്സൈസിൻ്റെ യോഗം കൂടുമ്പോൾ ഞാനത് രഹസ്യമായിട്ട് പറയാറുണ്ട്. അവരോട് പരസ്യമാക്കാറില്ല, പറയും. അവരത് ചെക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനത് ചെയ്തിട്ടുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ അവരും പറയും കേട്ടോ, അത് ഞങ്ങൾ പരസ്യമാക്കിയല്ലോ, നമ്മൾ ഏത് രീതിയിലാണ് ഇവർ പ്രതികരിക്കണേന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു കാര്യങ്ങൾ വന്നാൽ അത് ധൈര്യത്തോട് തന്നെ ഞാൻ മുന്നോട്ട് നീങ്ങും. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് ഇനി ഒരു പ്രവർത്തനം ഉണ്ടാവും വിജയിച്ച് വന്നാൽ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അങ്ങനെ തന്നെ പ്രവർത്തിക്കാനുള്ളൊരു അവസരം കിട്ടട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ ആശംസിക്കാം.